എന്തിനാ കൊണ്ടുപോകുന്നത്? ചെയ്തിട്ടില്ല സർ. പ്ലീസ് സർ. സർ, കിരണിന് സൂര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ സർ അവരെ കൊണ്ടുപോയത്? ഡീറ്റെയിൽസ് ചോദിക്കാനാണെന്ന് CI പറഞ്ഞല്ലോ. അത് തടയാൻ ഞാൻ ശ്രമിച്ച മോളെ കുറിച്ചുള്ള അന്വേഷണം അവരിലൂടെ അവസാനിപ്പിക്കും. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയേ പറ്റൂ. മറ്റൊന്നും എനിക്ക് പറയണ്ട. സർ, സർ, സർ. ഓക്കെ സാർ, ഞാൻ വിളിക്കാം. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ക്ഷേത്ര ചടങ്ങുകൾക്ക് കാട്ടിനകത്തേക്ക് പോയ നിങ്ങളുടെ ഭാര്യമാരെ കുറെ ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങളുടെ ഭാര്യമാർ അവരെ നേരിട്ടു. നിന്റെ ഭാര്യയുടെ അനുജത്തി അപ്രതീക്ഷിതമായി അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരെ അടിച്ചിട്ടു, അല്ലേ? അതെ സർ. എന്നിട്ട് നിങ്ങൾ ആ വിവരം എന്തുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല? അത് അപ്പൊ പുറത്തറിഞ്ഞ കുഴപ്പമുള്ള എന്തോ ഉണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ല സർ. ക്ഷേത്ര ചടങ്ങുകൾക്കിടയിൽ ഞങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് കരുതി. മഞ്ജുവിന്റെ നാശം ആഗ്രഹിക്കുന്നത് ഗോപാൽജിയാണ്. നന്ദിനിയുടെ നാശം ആഗ്രഹിക്കുന്ന കാർത്തികേയനും. അവര് രണ്ടുപേരും ആ ക്ഷേത്ര നടയിൽ ഉണ്ടായിരുന്നു. ഇല്ലെന്നങ്ങ് ഞാൻ പറഞ്ഞാലോ? കാടിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾ പറയുന്നത് കഴുതിക്കുട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ്. സാർ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോടാ മോനെ. കാടിനകത്ത് ഭാര്യമാരെ കൊല്ലാനിറങ്ങിയ ഗുണ്ടകളെ അവര് തല്ലി ഓടിച്ചു. രാസലീല നടക്കുന്നതിനിടയ്ക്ക് അവിടേക്ക് വന്ന ഗുണ്ടകളെ നിങ്ങൾ തല്ലി ഓടിച്ചു. സംഭവം നടന്നു കഴിഞ്ഞ് നിങ്ങൾ ക്ഷേത്രനടയിലേക്ക് തിരികെ എത്തിയത് ഒരുപാട് സമയത്തിന് ശേഷം. എന്നുവെച്ചാ ആ ക്ഷേത്രത്തിലുണ്ടായ കലാപത്തിനും നിങ്ങൾ പോയി തിരിച്ചു വന്ന സമയത്തിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ എന്ത് നടന്നുന്നാ എനിക്കറിയേണ്ടത്. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, ഞാനൊരു കമ്പനിയുടെ MD ആണ്. എന്റെ കുടുംബത്തിന്റെയും റെപ്യൂട്ടേഷൻ എന്താണെന്ന് സാർ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. നിന്റെ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷനൊക്കെ കൊള്ളാം, പക്ഷെ ഇവന്റെയോ? നിനക്കെന്തായിരുന്നു ഇതിനു മുമ്പ് ജോലി? നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. പഴയ ഗുണ്ടയാ അല്ലേ? പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു ഗുണ്ട. 24 മണിക്കൂറും മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ചെല്ലുന്നിടത്തെല്ലാം വഴക്കുണ്ടാക്കുന്ന വേറൊരുത്തൻ. നിങ്ങൾ രണ്ടുപേരും പറയുന്നതേ ഞാനങ്ങ് വിശ്വസിക്കാം. എന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ കേസും അന്വേഷിക്കാം. നിങ്ങൾ പറയുന്ന പ്രതികളെ പിടിക്കണം, അല്ലേ? സർ, ഇത് സത്യത്തിലെ ടോർച്ചറിംഗ് ആണ്. കേസിന്റെ വിശദീകരണം ചോദിക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുകയാണ് സാർ. പ്രകാശ് വർമ്മ അടുത്ത സമയം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന ഒരാളാണ്. അയാളുടെ ഭാര്യ വൈഷ്ണവി ദേവി അറിയപ്പെടുന്ന ഒരു നർത്തകി. സ്വാഭാവികമായും ആ കുടുംബത്തിന് ശത്രുക്കൾ കാണും. അതേ ശത്രുക്കൾ തന്നെയാണ് കുഞ്ഞിനെ അമ്പലപ്പറമ്പിൽ നിന്നും കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രനടയിലുണ്ടായിരുന്ന ആരുടെയെങ്കിലും സഹായം അവർക്ക് ആവശ്യമാണ്. അങ്ങനെ അവരെ സഹായിച്ചത് നിങ്ങളായിക്കൂടെ? ക്ഷേത്രമുറ്റത്തെ കറണ്ട് കട്ടിയത്, കലാപം സംഘടിപ്പിച്ച് അവിടെ നടന്ന ബഹളത്തിനിടയിൽ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോയത് നിങ്ങൾ രണ്ടുപേരുമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെന്താ കുഴപ്പം? സാർ ആർക്ക് വേണ്ടിയായി സംസാരിക്കുന്നത്? എന്താ സാറിന്റെ ഉദ്ദേശം?
സാറേ, ആ കൊച്ചിനെ കാണാനില്ല. അതിനെ തേടി കണ്ടുപിടിക്കുന്നതിന് പകരം ഞങ്ങളെ രണ്ടുപേരെയും കുറ്റക്കാരാക്കാനാണോ ശ്രമിക്കുന്നത്? ശ്രമിച്ചാ നീ എന്ത് ചെയ്യൂടാ? സാറേ, സാറിനേക്കാൾ മുകളിലുള്ള ഒരുപാട് ഓഫീസർമാരെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. വെറുതെ സാറ് പണി വാങ്ങിച്ചു കൂട്ടരുത്. എന്താ പറഞ്ഞത്? എന്തേ കാണിക്കുന്ന? ചവിട്ടി കൂടോ? മതി മതി. കാണാതായ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുക. കുട്ടിയെ തിരിച്ചു കിട്ടാതെ നീ ഒന്നും പുറത്തു പോകില്ല. പിടിച്ച് ലോക്കപ്പിലോട്ടോ രണ്ടേയും കൊണ്ടുപോടോ. കേൾക്കും. ഹലോ മമ്മി, ഇവിടെ ആകെ കുഴപ്പോ. എന്തു പറ്റി? ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്താ വേണ്ടത് മമ്മി? സ്റ്റേഷനിൽ ഞാൻ വിളിപ്പിച്ചോളാം. കാര്യം എന്താന്ന് ചോദിക്കേ. അവളെവിടെ ഉണ്ട്? ഞങ്ങൾ നോക്കിയില്ല. ഇപ്പൊ ആ മഞ്ജുന്റെ കൂടെ ഉണ്ടാവും, ആ കോൺസ്റ്റബിൾ മഞ്ജു. അവളുടെ തനിനിറം കാണിച്ചില്ലേ അവള്? ഇപ്പൊ മുഴുവൻ സമയം ഒന്നിച്ചാ രണ്ടുപേരും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് എന്നെ വിളിച്ച് പറയണം. സൂര്യക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. ആന്റി എന്തു പറഞ്ഞു? മമ്മി സ്റ്റേഷനിൽ വിളിക്കാന്ന് പറഞ്ഞു. ആരാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയേ? നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ അളിയൻ പറഞ്ഞേ? അത് ആന്റിയുടെ ഏർപ്പാടാണോ? എനിക്കറിയില്ല. വേറെ ആർക്കാ അവളെ ഇല്ലാതാക്കാൻ താല്പര്യം? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാവും ആന്റി ഇവിടെ നിന്ന് നേരത്തെ പോയത്. വിജയ് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. പോലീസുകാർ ഓരോന്ന് സംശയിക്കുന്ന സമയം.